യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ അവര് 90% ആളുകൾ വരും പൈസ ഉണ്ടാക്കാനാണ്. ഇന്നിവിടെ ഞാൻ പറഞ്ഞ ട്രിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വർക്ക് ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ഈ വീഡിയോ അവസാനം വരെ കാണാതെ നിങ്ങളുടെ ചാനൽ പോയിട്ട് പ്രോ ടിപ്സ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. എന്നിട്ട് എന്നെ വന്ന് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പ്രോ ടിപ്സ് നിങ്ങളെ ചാനലിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ തീർച്ചയായും 100% ഗ്യാരണ്ടി ഞാൻ തരാം. അത് തീർച്ചയായും നിങ്ങളെ ചാനലിൽ ഏതെങ്കിലും വീഡിയോ വൈറലാകാതിരിക്കില്ല. സർവ്വസാധാരണ ഒരു യൂട്യൂബ് കാണുന്ന ഒരാൾ ഒരു ആപ്ലിക്കേഷൻ ബ്രൗസ് ചെയ്യുമ്പോഴോ അത് തുറക്കുമ്പോഴോ ആ ഹോം പേജിൽ കാണുന്ന സജഷൻ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ തംബ്നെയിലിലെ ക്ലിക്ക് ബൈറ്റ്. നിങ്ങൾ എത്ര തരത്തിലുള്ള വീഡിയോനെ കാണല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വീഡിയോ ഓപ്പൺ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താ? അത് ആ തംബ്നെയിലിലെ ക്ലിക്ക് ബൈറ്റുകളാണ്. ഒറ്റ വ്യൂവിൽ നമ്മളെ ആ വീഡിയോ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന തംബ്നെയിലിലെ ക്ലിക്ക് ബൈറ്റ് ആണ് ഇതിലെ പ്രധാന കണ്ണി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. തംബ്നെയിലിലെ ക്ലിക്ക് ബൈറ്റുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തംബ്നെയിലിലെ ക്ലിക്ക് ബൈറ്റുകൾ അനുസരിച്ചിരിക്കും. ക്ലിക്ക് ബൈറ്റിലെ രഹസ്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു നടക്കാത്ത ഒരു സംഭവം, അങ്ങനത്തെ ഒരു ടൈറ്റിൽ ക്ലിക്ക് ബൈറ്റ് ആയി നിങ്ങൾ തംബ്നെയിലിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീച്ച് കിട്ടും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഏൺ മണി ഫ്രം ഓൺലൈൻ നിന്ന് ഒരു ക്ലിക്ക് ബൈറ്റ് കൊടുത്തൊരു തംബ്നെയിൽ ഒന്നാമത്തെ. രണ്ടാമത്തേതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഒറ്റ ദിവസം കൊണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടാക്കാന്ന്. നിങ്ങൾ ഏത് ക്ലിക്ക് ചെയ്യും? തീർച്ചയായും നിങ്ങൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം എന്താ? അതാണ് ക്ലിക്ക് ബൈറ്റ്. നിങ്ങളുടെ വീഡിയോയിൽ പ്രധാന റോളുണ്ട്. ചാനലിൽ റീച്ച് കിട്ടാനും വ്യൂസ് കിട്ടാനും ഇതിന് ഒരു റോൾ തന്നെ ഇതിൽ കളിക്കുന്നുണ്ട് ഈ ക്ലിക്ക് ബൈറ്റ്. തംബ്നെയിലിൽ കൊടുക്കേണ്ട ടൈറ്റിലായ ക്ലിക്ക് ബൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ ആ വീഡിയോന്റെ കണ്ടന്റ് എന്തോ അതിന്റെ ഒരു എയിം അത് ഏറ്റവും ഷോർട്ടാക്കി എത്ര നന്നായി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. തംബ്നെയിൽ കൂടാതെ നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുന്ന വീഡിയോന്റെ കണ്ടന്റ്. നിങ്ങൾ ഒരിക്കലും കണ്ടന്റിൽ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ ഇടുന്ന വീഡിയോയിലെ കണ്ടന്റ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും കണ്ടന്റ് കോംപ്രമൈസ് ചെയ്യരുത്. യൂട്യൂബിലെ വീഡിയോ വൈറലാകാൻ വേണ്ടി വെറുതെ വീഡിയോ ചെയ്തിടരുത്. എത്ര നന്നായി നിങ്ങൾ കണ്ടന്റ് ചെയ്യുന്നോ വീഡിയോന്റെ അതിനനുസരിച്ചിരിക്കും നിങ്ങളെ ചാനലിലെ വ്യൂസും റീച്ചും. അപ്പോ എന്തെന്ന് വെച്ചാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറിന്റെ വീഡിയോ വെറുതെ നിങ്ങൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അത് ചെയ്തതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കുക, എങ്ങനത്തെ വീഡിയോ ആണ് ഇടേണ്ടത്, എന്താണ് പറയേണ്ടത്. ഏറ്റവും വലിയൊരു കാര്യം എത്ര ഷോർട്ടാക്കി പറയാൻ പറ്റുന്ന വീഡിയോ, അതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ് വരും, അവരെ തംബ്നെയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അവരടക്കം ക്ലിക്ക് ബൈറ്റിലോടാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ ചാനൽ വൈറലാകാൻ വേണ്ടി ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ വൈറലാകണമെങ്കിൽ സജസ്റ്റ് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു വീഡിയോ ഒരു ദിവസം അല്ലെങ്കിൽ 2 വീഡിയോ വീതം ഒരു 5 ദിവസം അതിലേതെങ്കിലും ഒരു വീഡിയോ എന്തായാലും വൈറലാകാതിരിക്കില്ല. ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങളെ വീഡിയോ വ്യൂസും റീച്ചും കിട്ടുന്ന എനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റുക. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഒരേ തംബ്നെയിൽ ഡിസൈൻ ഇടാതെ ശ്രദ്ധിക്കണം. നിങ്ങളെ അത് വിലയിരുത്തും. ഈ കാലത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്കും കൂടെ വേണം. എന്നാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എത്ര നന്നായി നിങ്ങൾ ഇതിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യുന്നോ ഈ ഫീൽഡിൽ നിങ്ങൾക്ക് ഭാവി കാലത്ത് നിലനിൽക്കാൻ പറ്റുള്ളൂ. ചാനൽ ശ്രദ്ധിച്ചാൽ ഇതൊരു ടെക് ബേസ്ഡ് ചാനലാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ. See you next video.